പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഹോളന്തിലാണ് ഇത്രയും തണുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പ്രശ്നം. മലയാളിയുടെ സാമാന്യ ബോധമില്ലായ്മയുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്താണ് ആവശ്യമെന്നും എന്താണ് യുക്തി എന്നുള്ളൊരു പ്രശ്നം നമ്മൾ വല്ലാതെ കുഴക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 2021 ശ്രീ സോർജ ഭൗമിക്കിന്റെ ഈ പുസ്തകം പാൻ മാക്മില്ലൻകാര് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ പുസ്തകം വന്നിട്ടുണ്ട് എന്ന് കേട്ട ഉടനെ തന്നെ ആ പുസ്തകം വായിച്ചിട്ട് അത് കേരളത്തിന് പരിചയപ്പെടുത്തിയ ഒരാളാണ്. എത്രയോ ടെലിവിഷൻ ചർച്ചകളിൽ ഈ പുസ്തകം എങ്ങനെയാണ് ഇപ്പോഴും കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന CPMന്റെ പ്രവർത്തനത്തിന്റെ ഒരു സംക്ഷിപ്തമായി തീരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ വെച്ച് കേരളത്തിലെ പ്രസിദ്ധീകരണ രംഗത്തെ സ്ഥാപനങ്ങളോട് ഇത് അടിയന്തരമായിട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അത് തയ്യാറായില്ല. അതാണ് എനിക്ക് സൗജ ഭൗമിക്കിനോടുള്ള വലിയ ഒരു ആദരം എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ഗാങ്സ്റ്റർ സ്റ്റേറ്റുകളുടെയും ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത്. അവിടെ ലോകത്തെ ഭയമാണ് ഭരിക്കുക. ഭയം ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ മനസ്സിലായിട്ടുണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് മലയാളികളെ കുറിച്ച് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഭരിക്കുന്നത് എന്താണ്, എന്റെ ഏജന്റ് ഇവിടെ ഭരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നതാണ്. വാസ്തവത്തില് പിണറായി വിജയനല്ല ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നത് ഭയമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം 2021 വന്നിട്ടുള്ള ദി ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു മലയാള പരിഭാഷ ഇല്ലാതെ പോയത്. ഏതാണ്ട് അതേ കാലത്ത് മലയാളിയായിട്ടുള്ള ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള ഉല്ലേഖ് കണ്ണൂരിനെ കുറിച്ച് വളരെ വിഭാഗീയമായ ഇംഗ്ലീഷ് പുസ്തകം എഴുതിയിട്ട് മാസങ്ങൾക്കകം അതിന്റെ മലയാള പരിഭാഷ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പ്രസിദ്ധീകരിക്കേണ്ടായി. ആ പുസ്തകം എങ്ങനെയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നതെന്ന് 1973 മുതൽ രാഷ്ട്രീയത്തിലുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു 9ാം ക്ലാസ്സുകാരനായിട്ട് സൗജ ഭൗമിക്കിനെ പോലെ SFIയിൽ വന്ന ഒരാളാണ്. 1970 മുതൽ അന്ന് SFIയിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ SFIയിൽ വരുമ്പോൾ അതിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അന്ന് കേസിക്കാരുകായിരുന്ന തല്ല് വാങ്ങിക്കുന്ന ആളുകൾപ്പെടുന്ന ഒരു പിടി ആളുകളായിരുന്നു അക്കാലത്ത് SFIക്കാർ. ആ SFI ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ടാണ് ഞാൻ ഇത്തരം പുസ്തകങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് സൗജ ഭൗമിക്കിന്റെ പുസ്തകം വളരെ വേഗത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഫാസിസ്റ്റുകളെ കുറിച്ച് എങ്ങനെയാണ് ജർമ്മൻ ഫാസിസ്റ്റുകളെ കുറിച്ചുള്ള മൗലികമായ ഭയങ്കരമായിട്ടൊരു പുസ്തകമുണ്ട്. വില്യം ഷെറർ എഴുതിയിട്ടുള്ള റൈസ് ആൻഡ് ഫോൾ ഓഫ് ദി തേർഡ് റീച്ച് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴുള്ള ഒരുപിടി പുസ്തകങ്ങൾ റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ ഈ പറയുന്ന ബംഗാള് 34 വർഷത്തിന് ശേഷം തകർന്നപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പുസ്തകം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അങ്ങനെ പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ അതിനെ അറിയാനും വായിക്കാനും എനിക്ക് പറ്റിയത്. ഈ പുസ്തകം എന്താണ് എനിക്ക് സമ്മാനിച്ച അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചിട്ട് ഞെട്ടിപ്പോയ ഒരാളാണ്. ഈ പുസ്തകം എന്നെ ആകെ പിടിച്ചു കുലുക്കുകയുണ്ടായി. കാരണം ഇത് ഒരു 33 വർഷം അതിനുശേഷമുള്ള 18 വർഷം ഞാൻ ജീവിച്ച ജീവിതമാണല്ലോ എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തിയ ഒരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തിനകത്ത് ഇപ്പൊ ഞാൻ എന്നെ പോലെയാണെന്ന് വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഒരു വഴിയിലൂടെയാണല്ലോ വാസ്തവത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്ന ഞെട്ടിക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായിട്ട് ഞാനല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഹിംസ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വയലൻസിന് ഞാൻ എല്ലാ കാലത്തും എതിരായിരുന്നു. അതിനെ എനിക്ക് പറ്റാവുന്ന നിലയിൽ എല്ലായ്പ്പോഴും ഞാൻ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായ കുറ്റബോധങ്ങളുടെ കാര്യമൊന്നുമില്ല. പക്ഷെ വാസ്തവത്തിൽ എന്താണ് CPM എന്ന് പറയുന്ന ബംഗാളിലെ CPM ഒരു കാലത്ത് കേരളത്തിലെ CPMകാർ ആവർത്തിച്ച് പറഞ്ഞിരുന്ന രാഷ്ട്രീയം നമ്മൾ കേരളം ബംഗാളാക്കുന്നതാണ്. അവരത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഈ ടെലിവിഷൻ ചാനലൊക്കെ നിരന്തരമായി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ എന്റെ വളരെ അടുത്ത ആളുകളാണ്. ഞാൻ CPMന്റെ കണ്ണൂർ ജില്ലയിലെ സാംസ്കാരിക രംഗത്തിന്റെ സെക്രട്ടറി ആയി വരുമ്പോൾ എന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്.
ഇവരൊക്കെ എനിക്ക് വളരെ എന്റെ ഈ പറയുന്ന ഒന്നിച്ചു വളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഇപ്പൊ പിണറായി വിജയനാണ് ആദ്യത്തെ സെക്രട്ടറി, പിന്നെ ടി ഗോവിന്ദനാണ്, പിന്നെ കോടിയേരി ബാലകൃഷ്ണനാണ്, പിന്നെ ഇ പി ജയരാജനാണ്, പിന്നെ എം പി ഗോവിന്ദനാണ്, പിന്നെ പി ശശിയാണ്. ഇവരുടെ എല്ലാം കാലത്ത് കണ്ണൂരിലെ സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പദത്തിൽ ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ഇപ്പൊ സൗജന്യഭവനിക്കല്ല എനിക്ക് ഞാൻ ഇതിന്റെ അകത്തൊക്കെ പുറത്തു വന്നതിന് ശേഷം പലരും എന്നോട് എന്റെ അനുഭവങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടി ഒരുപാട് പ്രലോഭനവും പ്രകോപനവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് വേണ്ടാന്ന് വെച്ച ഒരാളാണ്. കാരണം ഒരുപക്ഷെ മലയാളികൾ ഭയന്നു പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. ഞാനൊരു പുസ്തകം, എന്റെ അനുഭവങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അത് CPM-നെ അവസാനിപ്പിക്കും എന്നൊരു ഭയമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കാരണം അങ്ങനെ ഒരു പാർട്ടി, ഒരു ഇടത് പാർട്ടി പൂർണ്ണമായിട്ടും ഇല്ലാതായി തീരണമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അതിന് ഗാങ്സ്റ്ററിസ്റ്റ് അല്ലാത്ത ഒരു ഉള്ളടക്കം ഉണ്ടായി തീർന്നാൽ കൊള്ളാമെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സൗജന്യഭൂമിക്കുള്ള ഏറ്റവും വലിയൊരു ആദരവ് പറയുന്നത് ഈ പറയുന്ന പാർട്ടിയുടെ ഒരു കണ്ടന്റിനെ സംക്ഷേപിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നുള്ളതിനേക്കാൾ കൃത്യതയുള്ള, കാരണം യൂത്ത് കോൺഗ്രസ്സുകാരെ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ജാഥ നേരിട്ടിട്ട് ആ മനുഷ്യൻ ഇരുന്നിട്ട് നിരന്തരം പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്. അത് സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ പറയുന്നത് മനസ്സിലായില്ല. കരിങ്കൊടി കാണിക്കാൻ ഞാൻ എല്ലാ തവണയും ടെലിവിഷനിൽ പറയുന്ന കാര്യം, മഹാത്മാഗാന്ധി കരിങ്കൊടി പ്രകടനം നേരിട്ട നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി അദ്ദേഹം ഈ പറയുന്ന ഭഗത് സിംഗിനെയും സുഖദേവിനെയും ഒക്കെ തൂക്കിക്കൊന്നതിന് ശേഷം ലാഹോറിലെ AICC സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ലാഹോർ റെയിൽവേ സ്റ്റേഷനകത്ത് കരിങ്കൊടി പ്രകടനം ഇരമ്പുകയായിരുന്നു. മഹാത്മാഗാന്ധി ചെയ്തത് കരിങ്കൊടി പ്രകടനം നടത്തുന്ന ആളുകളുടെ അടുത്തേക്കാണ് അദ്ദേഹം ആദ്യം നടന്നു പോവുകയും ഈ കറുപ്പ് മാലകൾ കൈകളിൽ വാങ്ങിക്കുകയും ചെയ്തിട്ട് തന്റെ നിലപാട് വിശദീകരിച്ച ഒരു ഗാന്ധിയും ഗാന്ധിയുടെ പാരമ്പര്യവും ഇന്ത്യക്ക് വരും. ഇയാൾക്ക് ഈ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചുകൂടാ എന്നാണ് പറയുന്നത്. നിങ്ങള് ഇപ്പോഴും വെനിസ്യൂലയ്ക്ക് ശേഷം അമേരിക്കയിൽ വൈറ്റ് ഹൌസിന്റെ പരിസരത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും കണ്ടാൽ അമ്പരന്ന് പോവും. നിങ്ങൾ പിണറായി വിജയനായിട്ടൊന്ന് താരതമ്യം ചെയ്യും. ട്രംപിന് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഹൌസിന്റെ പരിസരത്ത് നടത്തുന്ന പ്രകടനങ്ങളും മറ്റും സാർവദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണാൻ പറ്റില്ല എന്ന് വരുമ്പോ അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന ഹാളുകളിൽ നിന്ന് കറുത്ത കുപ്പായം ഉപേക്ഷിച്ചു പോകണമെന്ന ആളുകളോട് പറയുന്ന ഒരു സാഹചര്യം, അതാണ് ടു എബ്സൈഡ്. എന്താണ് പറയുന്നതിനെ കുറിച്ച് ഇതുപോലൊരു അസംബന്ധം നമുക്ക് കാണാൻ കഴിയും. അതിനെ ഈ ഗാങ്സ്റ്റർ മനോഭാവം, മുഖ്യമന്ത്രിയുടെ ഗാങ്സ്റ്റർ മനോഭാവം എന്നുള്ളതാണ് അതിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. ആ നിർവചനം ഈ 2021 സൗർജ്യ ഭൗമിക് എന്ന് പറയുന്ന TV9 എന്ന് പറയുന്ന ബംഗാളി ചാനലിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാത്ത ഈ പത്രപ്രവർത്തകൻ എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം കേരളത്തിൽ എത്ര ഈ വലിയ പ്രസാധനശാലകളുണ്ട്, അവരാരും ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അതാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഈ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പം. ഈ പുസ്തകം കോൺഗ്രസിനെ വിമർശിക്കുന്ന, BJP വിമർശിക്കുന്ന എത്ര പുസ്തകങ്ങൾ ഓരോ ദിവസവും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ CPM-നെ വിമർശിക്കുന്ന, CPM-ന്റെ ബംഗാളിലെ തളർച്ചയെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കേരളത്തിലെ ഒരു മുഖ്യധാരാ പ്രസിദ്ധീകരണശാലക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടാക്കി തീർക്കാൻ കഴിയാത്തടത്തോളം കാലം കേരളത്തെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കോൺഗ്രസിന് ഉൾപ്പെടെ ഒരാൾക്കും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനോട് സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടായിട്ടില്ലാണ്. ഇതിനെക്കുറിച്ച് മാത്രം, നിങ്ങൾക്ക് CPM-നെ കുറിച്ച് മാത്രം ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോ എനിക്ക് ഇപ്പൊ കേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 2018 ഒരു ദിവസം അദ്ദേഹം രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നു. അദ്ദേഹം ഞാനോ ഒരു നാട്ടുകാരാണ്. എന്താ ചോദിച്ചാൽ എന്റെ വീട് ആക്രമിച്ചു. എന്റെ വീട് ആക്രമിച്ചു. ഞാൻ ഈ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലെ പൊതുമരാമത്ത് വകുപ്പിൽ വളരെ ഉയർന്ന ഒരു തസ്തിക ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. എന്റെ വീട് ആക്രമിച്ചപ്പോ ആ വിവരം ആരോ അയൽവാസികളോ മറ്റോ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അവിടുത്തെ പോലീസുകാരൻ വന്നു. അയാൾ ആദ്യം എന്നെ ഫോണിൽ വിളിച്ചിട്ടാ വന്നത്. അയാൾ ഇപ്പോഴും പോലീസിലുണ്ട്. അയാൾ എന്നെ സാറിനാ വിളിച്ചത്. കാരണം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് എന്നേക്കാൾ ജൂനിയർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്നെ സാർ എന്ന് വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ വരുന്നിട്ട് വന്നു. എന്നോട് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സുഹൃത്തിനെ കൊണ്ട് പരാതി എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്തു. ഒരു FIR രജിസ്റ്റർ ചെയ്തില്ല. അതാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കണമെന്നില്ല. ഞാനൊരു ഏറ്റവും ചുരുങ്ങിയത് ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. എന്റെ വീട് ആക്രമിച്ചിട്ട്, കണ്ണൂർ നഗരത്തിലുള്ള എന്റെ വീട് ആക്രമിച്ചിട്ട്
ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴെന്നെ വീട് ആക്രമിച്ചാൽ ഞാൻ പരാതി കൊടുക്കാറില്ല, പത്രക്കാരോട് പറയാറില്ല. എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഞാൻ നേരിടുന്നതാണ്. പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങളുടെ ഒരു നിയമവാഴ്ച എനിക്കെന്താണ് സൗജന്യ ഭൗമികന്റെ പുസ്തകത്തോടുള്ള എന്റെ ഒരു താല്പര്യം അതാണ്. നിങ്ങളുടെ വീട് ആക്രമിക്കപ്പെട്ടാൽ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ മുമ്പൊക്കെ IPC CRPC ആണ്, എനിക്കിതൊക്കെ അറിയാം. ഇപ്പോഴാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണ്ടേ, ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടണ്ടേ? രജിസ്റ്റർ ചെയ്യപ്പെടില്ല. 2018 വീടാക്രമണം നിങ്ങൾ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ആർക്കൈവ്സ് നോക്കിയാൽ അവിടെ മുഴുവൻ ഈ ഇതിന്റെ വാർത്തയും ചിത്രങ്ങളും ഉണ്ട്. ഒരു FIR. അതുകൊണ്ട് ഞാനിപ്പോഴെന്താ ചേച്ചി ഒരു പരാതിയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ നിലയിലായി തീർന്നിട്ടുള്ള വ്യക്തിപരമായ അനുഭവങ്ങളുള്ള കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇതുപോലൊരു പുസ്തകം, കാരണം ഇത് തന്നെയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചക്കാലത്ത്. അതുകൊണ്ട് ഇതുപോലൊരു പുസ്തകത്തിന് മലയാളത്തിലൊരു പരിഭാഷ ഉണ്ടാകണം. എന്താണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് തിരിച്ചറിയണമെങ്കിൽ ഈ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകണം. അത് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസുകാരുൾപ്പെടെയുള്ള ഇതിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ നിലപാടുള്ള ആളുകള് എങ്ങനെയാണ് CPM-നെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് തിരിച്ചറിയാനും തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കേണ്ടതുണ്ട്. കാരണം സ്റ്റാൻഡേർഡ് ടു CPM എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ 2016 ഒരു അനുഭവം പറയാം. എനിക്ക് കോൺഗ്രസിലെ കുറെ വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് വ്യക്തിബന്ധമുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 2016 പിണറായി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പിണറായി ഭയങ്കര ആദരവാണ്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഈ പിണറായിയെ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരു അമ്പരപ്പാണ് പിണറായിയെ കുറിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നതാണ് 73, 74 കാലം മുതൽ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ അങ്ങേർക്ക് ചുറ്റും അനുയായികൾ ചേർന്നിട്ട് ഹാലോ ഉണ്ടാക്കുന്നതിനപ്പുറത്ത് അങ്ങനെ ഒരു വളരെ സാധാരണക്കാരനും വളരെ ദുർബലനുമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അത് പിന്നീട് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കണം. 40 വണ്ടി ഇവിടെ അകമ്പടിയിലാണ് പോകുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമോ ലോകത്ത്? ഇന്ത്യയിൽ എത്ര മുഖ്യമന്ത്രികൾ നോക്കട്ടെ. 2016 മുതൽ 2025 വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ ഏതെല്ലാം പാർട്ടികളുടെ എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? ഇവരൊക്കെ ഇങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? റോഡിലൂടെ പോകുന്നത് ഇങ്ങനെയാണോ? അപ്പൊ ഈ നിലയിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ തങ്ങൾ പ്രഭുക്കന്മാരാണ് എന്ന മട്ടിലുള്ള ഈ ഒരു അടിമുടി ബോധം എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യത്തിന്റെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും കാഴ്ചപ്പാടിൽ ഗാങ്സ്റ്ററിസമാണ്. ഈ ഗാങ്സ്റ്ററിസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കും സർക്കാരിനും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം വിജയത്തിലെത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ CPM-നെ സ്നേഹിക്കുന്ന ആളുകളും നിർബന്ധമായിട്ട് ഇത് വായിക്കേണ്ടതാണ്. കാരണം നേരത്തെ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ പയ്യന്നൂർ കോളേജിലെ തീപ്പൊരി KSU നേതാവായിട്ടാണ് ആദ്യം കാണുന്നത്. വളരെ ഭയങ്കരനായ അദ്ദേഹത്തെ ഞാൻ അക്കാലത്ത് ഭയങ്കരനായ അതാണ് KC നേതാക്കന്മാർ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ അക്കാലത്ത് ഞാനായിട്ടുള്ള KC വേണുഗോപാൽ ഭയങ്കരനായ KC നേതാവാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഭയങ്കര മിലിറ്റന്റ് ആയിട്ടുള്ള അങ്ങനെയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. കോൺഗ്രസുകാർ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നുണ്ട്. കോൺഗ്രസുകാർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് CPM-കാരുടെ വോട്ട് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. അതെനിക്കറിയാം, നിങ്ങൾക്കറിയണമെന്നില്ല. കാരണം CPM-ന് മതിയായിട്ടുള്ള CPM-കാരാണ് ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ ഇടയിൽ എപ്പോഴും ഈ കേസ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. കേസ് ജയിക്കും, സുധാകരൻ ജയിക്കും. കാരണം എന്ന് വെച്ചാല് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസുകാരല്ല, CPM-കാരല്ല. ഇനിയിപ്പോ ഏതൊരു കോൺഗ്രസുകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ CPM-കാർ വോട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു മടുപ്പ്, ഇതിനോടുള്ള സ്വകാര്യമായ എതിർപ്പ്, ഇതൊക്കെ വളരെ വ്യാപകമാണ് കണ്ണൂർ ജില്ലയിലുണ്ട്. ഇപ്പൊ അടുത്ത് പയ്യന്നൂരില് ഇദ്ദേഹത്തിന്റെ നാട്ടില് കാരവാടിൽ നിന്നൊരു CPM-കാരൻ ഒരു മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചു. അപ്പൊ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് അയാൾക്ക് 24 വയസ്സാണ് വെച്ചുള്ളൂ. അപ്പൊ ഞാനോട് പറഞ്ഞത് മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള പണിയാണ്
പദ്ധതി ഉണ്ടാക്കിയിട്ട് മത്സരിക്കാൻ പാടില്ല, അയാളെ കൊന്നുമാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞു എത്ര ആളുകളുടെ കൂടെ എത്രയുണ്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 10-26 ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു രാജ്യം പിടിക്കാൻ തന്നെ 26 ആള് മതി. അത് ഒരാൾ 26 ആളുണ്ടെങ്കിൽ ഒരു നാട് പിടിക്കാം, അതിനൊന്നും പ്രയാസമില്ല. അപ്പൊ ഉറച്ചു നിൽക്കും. എന്നിട്ടെന്താ ഉണ്ടായത്? LDF-ന്റെ കാൻഡിഡേറ്റിന് കെട്ടിവെച്ച പൈസ കിട്ടിയില്ല. 3 സ്ഥാനത്താണ്. ഇത്രയേ ഉള്ളൂ പയ്യന്നൂരിലെ CPM. മനസ്സിലായല്ലോ? അതാണ് ചിലപ്പോൾ പയ്യന്നൂരിലെ KC മാറ്റി മത്സരിച്ച് ജയിച്ചു പോകാൻ സാധ്യത. അത് എന്നെ പോലെ തന്നെ ഒരു സ്വതന്ത്ര മാർക്സിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ മാർക്സിസം കാരണം രാഹുൽ ഗാന്ധിയെ പോലെ മാർക്സിസം ഇത്ര സർഗാത്മകമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ഇന്ത്യയിലില്ല. അദ്ദേഹത്തിന് 2 എക്കണോമിക് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരായിട്ടുള്ള 2 പ്രസിദ്ധരായിട്ടുള്ള എക്കണോമിസ്റ്റുകളാണ്. ഒന്ന് തോമസ് പിക്കറ്റി, ലൂക്കാസ് ചാൻസലറുമാണ്. തോമസ് പിക്കറ്റി, ലൂക്കാസ് ചാൻസലറിന്റെയും നിലപാടുകൾ പങ്കിടുക മാത്രമല്ല, ഞാനൊരു ചർച്ചയിൽ ഞാൻ വെറുതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊന്നും പ്രശംസിക്കുന്നതിനുള്ള ഒരു കാര്യമില്ല. ഞാൻ ഈ 3 പേര് നടത്തിയ ഒരു സംഭാഷണം കേൾക്കുകയുണ്ടായി. ലൂക്കാസ് ചാൻസലർ, ഈ തോമസ് പിക്കറ്റി ലോകപ്രസിദ്ധനാണ്, അദ്ദേഹത്തെ പോലെ തന്നെ പ്രായം കുറഞ്ഞവരാണ് ഈ ലൂക്കാസ് ചാൻസലർ. അവരവിടെ ഇനീക്വാളിറ്റി, വേൾഡ് ഇനീക്വാളിറ്റി ലാബ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സമ്പദ് ശാസ്ത്ര തിങ്ക് ടാങ്ക് നടത്തുന്ന ആളുകളാണ്. അവരെല്ലാ വർഷവും ഈ പറയുന്ന ഇനീക്വാളിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന വലിയ ആളുകളാണ്. അവരും രാഹുൽ ഗാന്ധിയും സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ഞാൻ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന് എന്തുമാത്രം, അത് മാത്രമല്ല 2 പേർ വിൽക്കുന്നു 2 പേർ വാങ്ങിക്കുന്നു എന്നതിനേക്കാൾ കൃത്യമായി പുതിയ കോർപ്പറേറ്റ് ലോകത്തെക്കുറിച്ച്, അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു മാർക്സിസ്റ്റിന് പറയാൻ കഴിയും. അത് പറഞ്ഞ ഒരു മാർക്സിസ്റ്റേ ഇന്ത്യയിലുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ എന്താണ് ചെയ്യുന്നത്, രാഹുൽ എന്താണ് സംസാരിക്കുന്നത്, ഞാൻ വളരെ ഗൗരവത്തിൽ അദ്ദേഹത്തിന്റെ വിദേശ പ്രഭാഷണ പര്യടനങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇത്തരം ആളുകളിൽ പ്രതീക്ഷ വെക്കുക എന്നല്ലാതെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ നമുക്കിപ്പോഴൊന്നും ചെയ്യാനില്ല. ഞാൻ പാർട്ടികളെ, ഞാൻ കോൺഗ്രസ് അല്ല, എനിക്കൊരു പാർട്ടിയുമില്ല, ഞാൻ ഒറ്റക്ക് നടക്കുന്ന ഒരാളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പോലുള്ള ജനാധിപത്യവാദികൾ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ജനാധിപത്യപരമല്ലാതെ ജീവിക്കാനാവില്ല. CPM-ന്റെ ഈ ഭരണത്തെ ഒരു തരത്തിലും ഭാവി കേരളത്തിന് സഹിക്കാനോ പൊറുക്കാനോ ആവില്ല. ഈ ഭരണത്തിന്റെ ആവശ്യമില്ല, ഒരു ജനതക്കും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒക്കെയുള്ള തയ്യാറെടുപ്പിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും